ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതണം. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താ വെച്ചാൽ, നമ്മുടെ ഒരു അക്കോമഡേഷനിലുള്ള ഒരാളുടെ റൂമിൽ നിന്ന് AC ഇൻഡോറിൽ നിന്ന് വെള്ളം വരുന്നു എന്നുള്ള കംപ്ലയിൻ്റ് ആയിരുന്നു. നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലായിടത്തും ചെയ്യുന്ന മാതിരി ആദ്യം തന്നെ നമ്മളെല്ലാം ഫിൽറ്റർ അഴിച്ച് പിന്നെ അതിൻ്റെ ബോഡി പാനൽസ് എല്ലാം അഴിച്ചെടുത്ത് ക്ലിയർ ആക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്ന. അതാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ഒപ്പമുള്ള ആൾ വെള്ളമെല്ലാം എടുത്തു വന്നിട്ടുണ്ട്. അത് പ്രഷർ വാഷ് ചെയ്യാനുള്ളത്. സോ നോക്കുമ്പോൾ നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ അത് അതിൻ്റെ ഫ്രെയിമെല്ലാം അഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കുറച്ച് ബുദ്ധിമുട്ടി, കാരണം അത് പഴയ യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളും എന്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ആ ഫ്ലാപ്പൊക്കെ, എയർ ഫ്ലോൻ്റെ ഫ്ലാപ്പൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു പൊട്ടിയിട്ട്. സോ അപ്പോൾ അതെല്ലാം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പഴയ യൂണിറ്റ് ആയതുകൊണ്ട്. പക്ഷേ കൂളിംഗ് നല്ല കൂളിങ്ങുള്ള യൂണിറ്റാണ് കേട്ടോ, നല്ല കാരിയറിൻ്റെ നല്ല യൂണിറ്റാണ്. കുറച്ച് കച്ചറ അധികം ഉണ്ടായിരുന്നു എന്ന് മാത്രം, വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അതഴിച്ച് ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഫ്ലാപ്പുകളെല്ലാം അഴിച്ച് പിന്നെ അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഇതിൽ വാഷ് ചെയ്യണതൊക്കെ വീഡിയോസും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഇതുണ്ട്, അതഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. സോ അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഞങ്ങൾ ടാപ്പൊക്കെ ഒട്ടിച്ച് റെഡിയാക്കാനുണ്ട്. പ്രഷർ വാഷ് ചെയ്യാനുള്ളത് ഏരിയ ടാപ്പ് ഒട്ടിച്ച്. ഇത് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ അവസ്ഥ. ഭയങ്കര അഴുക്കായിരുന്നു എല്ലാ സൈഡിലും. ഇതിൻ്റെ ട്രേൻ്റെ ഉള്ളിലും ഒക്കെ അഴുക്കുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ വാഷ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ ആ ട്രേ അഴിച്ചിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ കണ്ടില്ലേ ബ്ലോവർ ഫാനിൻ്റെ അവസ്ഥ. ഓക്കെ, നമ്മൾ പ്രഷർ വാഷറൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടിക്കാൻ പോവുകയാണ് നമ്മൾ. ഇത് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അടിക്കണ കാണുമ്പോൾ തന്നെ അതിലുള്ള ചളി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഒരുപാട് ചളി ഇപ്പോൾ വരും. ഭയങ്കര കച്ചറയായിരുന്നു. അങ്ങനെ മൊത്തം അടിച്ച് വൃത്തിയാക്കി ക്ലിയർ ആക്കി എടുക്കണം. കുറച്ച് സമയം എടുത്ത്, എന്നാലും കുഴപ്പമില്ല. സാധനം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇതൊക്കെ മുന്നേ ആരോ അതേമാതിരിക്ക് ഒരു പ്രാവശ്യം നമ്മളത് അടിച്ച് മിന്നിച്ചിട്ട് പോയതാണ്. അതാണ് അങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതേ നമ്മളതിൻ്റെ ഇതൊക്കെ യൂണിറ്റെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മൊത്തം. ഇപ്പോൾ ആ ബ്ലോവറൊക്കെ കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. എല്ലാം നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യണം. അതിന് മുന്നേ അതിൻ്റെ ലീക്ക് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. കാരണം ഇടയ്ക്കൊക്കെ ചിലതിലൊക്കെ ലീക്ക് വരാറുണ്ട്. അത് ചെക്ക് ചെയ്ത് ഉണ്ടോ, വെള്ളം കറക്റ്റായിട്ട് ഫ്ലോ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ, പുറത്തേക്കുള്ള പൈപ്പൊക്കെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെ അത് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യണത്. തിരിച്ച് ഫിറ്റ് ചെയ്ത് മൊത്തം സെറ്റാക്കണം. തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോഴും അതേമാതിരിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി സാധനം. കാരണം ഒരു ലേശം ഇടങ്ങേറുണ്ടായിരുന്നു. പറഞ്ഞില്ലേ പഴയ യൂണിറ്റാണ്, അതുകൊണ്ട് അങ്ങനെ മൊത്തം ഇട്ട് ഫിൽറ്ററൊക്കെ ഇട്ട് ഇത് ക്ലോസ് ചെയ്ത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് പുറകത്തൊക്കെ ഇതൊക്കെ പ്രഷർ വാഷ് ചെയ്തായിരുന്നു ഓൾറെഡി. ഇപ്പോൾ ഇത് നമ്മളതെല്ലാം ഓണാക്കി, യൂണിറ്റ് ഓണാക്കി നോക്കുമ്പോൾ നല്ല എയർ ഫ്ലോ വന്നിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്.